നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ്, നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ് സ്റ്റാൻഡേർഡ് 3 മൂന്നാം ക്ലാസ്സിനുള്ളതാണ്. അവരുടെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ബില്ലു ദ ഡോഗ്. ബില്ലു ദ ഡോഗ് ഈ യൂണിറ്റിലെ ഒരു ആക്ടിവിറ്റിയാണ് അനിമൽ ആൻഡ് യങ് വൺസ്. അനിമൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, മൃഗം. യങ് വൺസ് എന്ന് പറഞ്ഞാൽ അത് പ്രായം കുറവായിരിക്കുമ്പോൾ, അത് ബേബി ആയിരിക്കുമ്പോൾ നമ്മൾ എന്താണോ വിളിക്കുന്നത് അതാണ് യങ് വൺസ് എന്ന് പറയുന്നത്. അനിമൽ ആൻഡ് യങ് വൺസ്, അതിൻ്റെ പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? റെഡിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാവരും ഇത് നല്ലതുപോലെ പഠിക്കുക കേട്ടോ. അനിമൽ ആൻഡ് യങ് വൺസ്. ഫസ്റ്റ് അനിമൽ ഏതാണെന്ന് നോക്കാം. ഹു ഈസ് ദിസ്? ഡോഗ്. ഡോഗ്. ഡോഗിൻ്റെ ബേബി അല്ലെങ്കിൽ ഡോഗ് കുഞ്ഞായിരിക്കുമ്പോൾ എന്താ വിളിക്കാന്നറിയാവോ? പപ്പ് എന്ന് വിളിക്കും, പപ്പി എന്ന് വിളിക്കും. ഡോഗ്, പപ്പി. Dog, puppy. Where is dog? This is dog. Where is puppy? Puppy. How many puppies are here? 1, 2, 3. This is dog. These are puppies. Dog, puppy. Dog, puppy. Dog, puppy. ഡോഗിൻ്റെ ബേബി അല്ലെങ്കിൽ ഡോഗ് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പപ്പ് എന്ന് വിളിക്കും, പപ്പി എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് ആരാണെന്ന് നോക്കാം. ഇതാരാണ്? ഹെൻ. ഹെന്നാണല്ലേ. ഹെന്നിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? ഹെൻ. ചിക്കൻ. ചിക്ക് എന്നും പറയും, ചിക്കൻ എന്നും പറയും. ചിക്ക് എന്നും വിളിക്കും, ചിക്കൻ എന്നും വിളിക്കും. ഹെൻ, chicken. Hen, chicken. How many chickens are here? 1, 2, 3, 4. 4 chickens. Hen, chick അല്ലെങ്കിൽ chicken. Hen, പിടക്കോഴി. Chick, കുഞ്ഞിക്കോഴി. ചിക്കൻ എന്ന് പറയുന്നതും കുഞ്ഞിക്കോഴിയാണ്. Hen, chick. Hen, chick. ഓക്കെ, നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഡക്ക്. 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 ഡക്കിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് വിളിക്കുമെന്നറിയാവോ? ഡക്ലിംഗ്. ഡക്ക്, ഡക്ലിംഗ്. ഡക്ക്, ഡക്ലിംഗ്. ഡക്കിനോടൊപ്പം LING കൂടി ചേർത്താൽ ഡക്ലിംഗ് ആയി. ഡക്ക്, ഡക്ലിംഗ്. Duck, duckling. How many ducklings are here? 1, 2, 3, 4. 4 ducklings. This is duck. Duck. These are ducklings. Ducklings. Duck, duckling. Duck, duckling. അടുത്തത് ആരാണെന്ന് നോക്കാം. Who is this? Cat. ക്യാറ്റ്. ക്യാറ്റ് കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ ബേബിയെ നമ്മൾ എന്ത് വിളിക്കുമെന്നറിയാവോ? കിറ്റൺ. കിറ്റൺ, പൂച്ചക്കുട്ടി. കിറ്റൺ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി. ക്യാറ്റ്, പൂച്ച.
കിറ്റൺ പൂച്ചക്കുട്ടി. കാറ്റ് കിറ്റൺ. കാറ്റ് കിറ്റൺ. കാറ്റ് കിറ്റൺ. Okay? Next picture. Who is this? Cow. Cow. Pashu. Cow. Pashu. Cow. Pashu. പശു കുഞ്ഞായിരുന്നപ്പോൾ എന്ത് വിളിക്കും? അല്ലെങ്കിൽ പശുവിൻ്റെ ബേബി എന്ത് വിളിക്കും? കാഫ്. കാഫ് പശുക്കുട്ടി. കാഫ് പശുക്കിടാവ്, പശുക്കുട്ടി എന്നൊക്കെ പറയാം. കൗ കാഫ്. CALF കാഫ്. CALF കാഫ്. കൗ കാഫ്. കൗ കാഫ്. COW കൗ. COW കൗ. CALF കാഫ് പശുക്കിടാവ്. CALF കാഫ് കിടാവ്. ഓക്കെ. നെക്സ്റ്റ് പിക്ചർ. എലിഫൻറ്റ് ആന. എലിഫൻറ്റ് ആന. എലിഫൻറ്റിൻ്റെ കുഞ്ഞിനെ എന്ത് വിളിക്കുമെന്നറിയാവോ? എളുപ്പമാണ്. കൗവിൻ്റെ കുഞ്ഞിനെ എന്ത് വിളിച്ചു? കാഫ്. അതുപോലെ ആനക്കുട്ടിയെ നമ്മൾ കാഫ് എന്നാണ് വിളിക്കുക. കുഞ്ഞാനകളെ നമ്മൾ എന്താ വിളിക്കുക? കാഫ്. എലിഫൻറ്റ് കാഫ്. എലിഫൻറ്റ് കാഫ്. എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ ആന, കാഫ് ആനക്കുട്ടി. എലിഫൻറ്റിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇത് ആനക്കുട്ടിയാണ്, കാഫ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇതാരാണ്? ഹൂ ഇസ് ദിസ്? ഹോഴ്സ്. ഹോഴ്സ്. ഹോഴ്സ് എന്താണെന്നറിയാവോ? ഹോഴ്സിൻ്റെ ബേബി അല്ലെങ്കിൽ ഹോഴ്സ് കുഞ്ഞായിരിക്കും എന്ത് വിളിക്കുന്നറിയാവോ? ഫോൾ. ഫോൾ. FOAL. ഫോൾ. FOAL. ഫോൾ. ഹോഴ്സിൻ്റെ സ്പെല്ലിംഗ് എന്താ? HORSE. ഹോഴ്സ്. HORSE. ഹോഴ്സ്. ഹോഴ്സിന് കുഞ്ഞായിരിക്കുമ്പോൾ എന്താ വിളിക്കുക? അല്ലെങ്കിൽ ഹോഴ്സിൻ്റെ യങ് വൺ അല്ലെങ്കിൽ ബേബി എന്താ വിളിക്കുക? ഫോൾ. FOAL. ഫോൾ. FOAL. ഫോൾ. അടുത്ത ആരാണ് നോക്കിയാലോ? ഇതാരാണ്? ഷീപ്പ്. ഷീപ്പ്. ഷീപ്പിൻ്റെ ബേബി എന്ത് വിളിക്കുമെന്നറിയാവോ? ലാംപ്. ലാംപ്. ഷീപ്പ് ചെമ്മരിയാട്. ഷീപ്പ് ചെമ്മരിയാട്. ലാംപ് കുഞ്ഞാട്ടൻ കുട്ടികൾ, കുഞ്ഞാട്. ഷീപ്പ് ലാംപ്. ഷീപ്പ് ലാംപ്. SHEEP. ഷീപ്പ്. ചെമ്മരിയാട്. SHEEP. ഷീപ്പ്. SHEEP. ഷീപ്പ് ചെമ്മരിയാട്. ലാംപ് കുഞ്ഞാട്. LAMB. ലാംപ്. ബി ആണ് കേട്ടോ, പി അല്ല, ബി ആണ്. LAMB. ലാംപ്. LAMB. ലാംപ്. ഷീപ്പ്. ഷീപ്പിൻ്റെ യങ് വൺ. ഷീപ്പ് കുഞ്ഞായിരിക്കും എന്താ വിളിക്കുക? ലാംപ്. ലാംപ്. നെക്സ്റ്റ്. പിഗ്. പിഗ് പന്നി. പിഗ് പന്നി. പന്നിക്കുട്ടികൾ എന്താ പറയുക? പിഗ്ലെറ്റ്. പിഗ്ലെറ്റ്. PIG പിഗ്. PIGLET പിഗ്ലെറ്റ്. PIG പിഗ്. PIGLET പിഗ്ലെറ്റ്. പിഗ് പിഗ്ലെറ്റ്. പിഗ് പിഗ്ലെറ്റ്. പിഗ് പിഗ്ലെറ്റ്. ഓക്കെ. തെറ്റില്ലല്ലോ. പിഗ് പിഗ്ലെറ്റ്. പിഗിൻ്റെ യങ് വൺ. പിഗ് പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ എന്താ വിളിക്കുക? പിഗ്ലെറ്റ്. പിഗ് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പിഗ്ലെറ്റ് എന്നാ പറയുക. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇതാരാ? ഹൂ ഇസ് ദിസ്? ലയൺ. ലയൺ. ആരാണ്? ലയൺ. ലയൻ്റെ യങ് വൺ അല്ലെങ്കിൽ ലയൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക ലയൻ്റെ ബേബി എന്താ വിളിക്കുക? ലയൻ്റെ യങ് വൺ കുഞ്ഞു പ്രായത്തിൽ എന്താ വിളിക്കുക ലയനെ? കബ്. കബ്. ലയൺ കബ്. ലയൺ കബ്. ലയൺ കബ്.
ഇത് ലയൺ, സിംഹം. LION, ലയൺ, സിംഹം. LION, ലയൺ, സിംഹം. ലയൻ്റെ കുട്ടി എന്താ വിളിക്കുക? കബ്. സിംഹക്കുട്ടി കബ്. CUB, കബ്. CUB, കബ്. CUB, കബ്. കബ് എന്ന് വിളിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. ആരാണെന്നറിയാവോ? ധാരാ ടൈഗർ. ടൈഗർ, കടുവ. TIGER, ടൈഗർ, കടുവ. TIGER, ടൈഗർ, കടുവ. TIGER, ടൈഗർ. ടൈഗറിൻ്റെ കുട്ടി എന്താ വിളിക്കുക? കബ്. ലയൻ്റെ കുട്ടിയെ നമ്മൾ കബ് എന്നാണ് വിളിക്കുക. ടൈഗറിൻ്റെ കുട്ടിയെയും കബ് എന്നാണ് വിളിക്കുക. CUB, കബ്. CUB, കബ്. ലയൻ്റെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? ലയൻ്റെ യങ് വണ്ണിനെ നമ്മൾ കബ് എന്ന് പറയും. ടൈഗറിൻ്റെ യങ് വണ്ണിനെ നമ്മൾ കബ് എന്ന് പറയും. ഓക്കെ, കബ്. CUB, കബ്. അപ്പോൾ നമ്മൾ കുറച്ച് ആനിമൽസും അതിൻ്റെ യങ് വൺ, അത് പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ബേബി ആയിരിക്കുമ്പോൾ അതിൻ്റെ പേരെന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ്, നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്.